ജോഷില കൂടെ ചേരുന്നുണ്ട്. ജോഷില, ദുരന്ത ഭൂമിയിലാണ്, ഓർമ്മകൾ പുതുക്കുന്ന അതിജീവനത്തിനെ വീണ്ടെടുക്കുകയാണ് വയനാടിനെ. പറയൂ. വിനിഷ, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ വലിയൊരു വിഷമ സാഹചര്യത്തിലാണ്. അന്നത്തെ ഓർമ്മകൾ അത് നമുക്ക് പോലും വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ദുരന്ത ബാധിതരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് അതേ ഒരു കാലാവസ്ഥ, അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, അത്തരത്തിലേക്ക് ആ ഒരു കാലാവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ അന്നത്തെ ഒരു ദുരന്തത്തിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടാകും. അതുമാത്രമല്ല, നമ്മുടെ കൂടെ മീന എന്ന പെൺകുട്ടിയുണ്ട്. അവൾ അച്ഛൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അച്ഛൻ ദുരന്തം കൊണ്ടുപോയ ഒരാളാണ്. അന്ന് പക്ഷേ മീന അമ്മയുടെ കൂടെ നാട്ടിലായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെയായിരുന്നു മീനയെ അവസാനം കണ്ടെത്തിയത്. നാട്ടിലാണ് എന്നുള്ളത് അച്ഛൻ പോയ വിവരമൊക്കെ അറിയിച്ച് അവരെ കുടുംബത്തോടു കൂടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാ സർക്കാർ സഹായങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മീന, എന്തായിരുന്നു അന്നത്തെ ഒരു ഓർമ്മയുണ്ടോ അച്ഛൻ്റെയൊക്കെ ഒരു? മീന എപ്പോഴാണ് ഇവിടുന്ന് പോയത്? ഞാൻ ഒരാഴ്ച മുന്നേ പോയായിരുന്നു. ഇവിടെ നല്ല മഴയാന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോയതാ. അവിടെ പോയിട്ടാണ് ഈ ദുരന്തമൊന്നും കേട്ടപ്പോൾ പിന്നെ പറയാനൊന്നുമില്ല. മീന എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്? ഇല്ല, ഞാനിവിടെയാണ് പഠിക്കുന്നത്. ബത്തേരിയിലാണ് പഠിക്കുന്നത്. നഴ്സിംഗ് കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. ഇവിടെ എല്ലാ സഹായങ്ങളും ഇങ്ങനെ ഓരോരോ സംഘടനക്കാരും എല്ലാവരും ഇങ്ങനെ ചെയ്തു. ബാക്കി എന്താ പറയാനുള്ള? എന്തെങ്കിലും കിട്ടുമോ? ഒന്നുമില്ല, പറഞ്ഞോളൂ. എല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ടോ? അങ്ങനെയാണ് പോകുന്നത്. വിനിഷ, മീനയുടെ അധികം നമ്മൾ ഇടപെടേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം ആ കുട്ടിക്ക് ഇപ്പോഴും ദുഃഖം വിട്ടുമാറിയിട്ടില്ല. എല്ലാ സഹായങ്ങളും, അതാ പറഞ്ഞത്, അവരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് സർക്കാർ സഹായങ്ങളും കിട്ടി. 300 രൂപ വെച്ചുള്ള 9,000 രൂപ, അതുപോലെ തന്നെ വീടിൻ്റെ ടൗൺഷിപ്പിൻ്റെ ലിസ്റ്റിലടക്കമുള്ള കുടുംബമാണ് മീനയുടെ കുടുംബം. റഷീദ് നമ്മുടെ കൂടെയുണ്ട്. റഷീദ് മുണ്ടക്കൈയിലുണ്ടായിരുന്ന ആളാണ്. റഷീദ് അല്പസമയം മുൻപ് പോലും ഞങ്ങളോട് പങ്കുവെച്ച കാര്യമുണ്ടായിരുന്നു. മേലെ കാണുന്ന കുന്നിൻ്റെ മുകളിലായിരുന്നു ഒരു ദിവസം മുഴുവൻ മറ്റുള്ളവരെയും രക്ഷിച്ചു കൊണ്ടുനിന്നത്. റഷീദ്, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇന്നത്തെ ഒരു ദിവസം ആ ഒരു ഓർമ്മയുടെ, ദുരന്ത ദിനത്തിൻ്റെ ഓർമ്മയുടെ ദിനം കൂടിയാണ്. ഇന്ന് ഇവിടേക്ക് എത്തി നിൽക്കുമ്പോൾ റഷീദ് കയ്ക്കും കുടുംബത്തിനുമൊക്കെ എന്താണ് ഒരു അവസ്ഥ തോന്നുന്നത്? എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അന്നത്തെ ഈ സമയം ഞങ്ങൾ ഓരോരുത്തരെയും പരിക്കേറ്റ ആളുകൾ കൊടുത്തിട്ട് കുന്നിൻ്റെ മുകളിലാണ് കൊണ്ട് കിടത്തിയിരുന്നത്. ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനൊന്നും കഴിയാതെ. പിന്നെ അന്നത്തെ ആ ദിവസം ഇപ്പോൾ ആലോചിക്കുമ്പം, കാരണം പൊട്ടിയ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. ആ പൊട്ടിയ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ചുറ്റൊന്നും കരച്ചിലാണ് കേൾക്കുന്നത്. കാരണം ഈ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടു. കാരണം വീട് കുലുങ്ങിയോണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഭാഗത്തുകൂടി ചളി അടിച്ച് കയറി വരുന്നു. ഞാൻ എൻ്റെ മോളെയും വൈഫിനെയും കൂട്ടി ഓടി അപ്പുറത്തെ അയൽവാസികളും കുറച്ചുകൂടെ ഓടി. അതിൽ ചില അയൽവാസികൾ കാൽ തടഞ്ഞ് വീണ് ഒലിച്ച് പോകുന്നുണ്ട്. ആ ഒലിച്ച് വരുമ്പോൾ തിരിച്ചിട്ടില്ല. ഒരാളെ മാത്രമേ തിരിച്ചു കിട്ടിയത്. ബാക്കി 3 പേരെ കിട്ടിച്ചില്ല. അതിൽ ഞങ്ങൾ 4 പേരെ ഒലിച്ചു പോയിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ മുന്നിൽ നിന്ന് ഒലിച്ചു പോകുന്നത്. ഒന്നൊരു സീനത്ത്, ബഷീർ എന്നൊക്കെ പറഞ്ഞിട്ട് 4 പേര്, അവർ 2 മക്കൾ. അതിൽ ബഷീറിനെയും 2 മക്കളും ഇതുവരെ കിട്ടിയില്ല. സീനത്താനെ നിലമ്പൂരിന്നാണ് കിട്ടിയത്. എങ്ങനെയാണ് പിന്നീട് രക്ഷപ്പെടുന്നത്? ഫയർഫോഴ്സിൻ്റെ ഒക്കെ? അല്ലല്ല, ഞങ്ങൾ ആ സമയത്ത് ആർക്കും എത്താൻ കഴിയില്ലല്ലോ. കാരണം ഈ പാലം പോയി, വേറെ വഴിയില്ല. ഒറ്റ വഴിയേ ഉള്ളൂ നമ്മുടെ കയ്യിലേക്ക്. ഈ ഒരു വഴി അടഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് അറിയുന്നില്ല ഈ പാലം പോയതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ നിരന്തരം ഗ്രൂപ്പിലൂടെ മറ്റും പറയുന്നുണ്ട്, ഇവിടുന്ന് എങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾ വരണം, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞങ്ങൾ ആ നിസ്സാവസ്ഥയിൽ നിൽക്കുന്ന ഞങ്ങൾ 4-5 ചെറുപ്പക്കാരേ ഉള്ളൂ. ആ ചെറുപ്പക്കാർ 2 പേരാണ് ആ കുഴഞ്ഞു പോവുകയും ചെയ്തു. ഇത് അത് ഞാനും ഫസ്റ്റ് ഞങ്ങൾ ഒരാളെ എടുക്കുന്നത് ഊരക്ക് താഴാത്തൊരു ബോഡിയാണ് കിട്ടുന്നത്. ഞാൻ ചോദിച്ചു, ജീവനുള്ള ആളെ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ കാണുന്നത് ഊരക്ക് താഴെ. അതുകൊണ്ട് ഞങ്ങളെല്ലാം പോയി. പിന്നെ കാണുന്ന ഈ വീട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ കരച്ചിലുകളാണ്. ആരും സഹായിക്കാനില്ലാതെ ഞങ്ങൾ നിസ്സഹായമൊക്കെ. പിന്നെ ഞങ്ങൾ തന്നെ സ്വയം ഇറങ്ങി ഇതിനുള്ളിൽ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ആളുകളൊക്കെ കൊടുന്ന് റോട്ടിലാണ് കിടത്തുന്നത്. ആ രാത്രിയിൽ. രാവിലെ ഈ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒരിടത്ത് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഒരു ഭക്ഷണമില്ല. ഇവിടെ 2 പേർക്ക് താമസിക്കുന്ന ഭക്ഷണം വേറെ നിവൃത്തിയില്ലല്ലോ. പുറത്തുനിന്ന് ആളുകൾക്ക് ഇങ്ങോട്ട് ഇല്ല. അവർ ഒരു രക്ഷയില്ല. നമ്മൾ സിസ്റ്റത്തിന് ഇങ്ങോട്ട് കടക്കാൻ കഴിയണ്ടേ? ഇവിടുത്തെ ആളുകൾ വെള്ളത്തിനും പിന്നെ ഭക്ഷണത്തിനും വേണ്ടി കരയുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കാണുന്ന. ഞങ്ങൾ ചളിവെള്ളം കുടിച്ചിട്ടാണ്, ഞങ്ങളെ കൂടെയുള്ള ആളുകൾ ചളിവെള്ളം കുടിച്ചിട്ട് കഴിയുന്നത്. ഞാൻ ചളിവെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ ചളിവെള്ളം കുടിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ആർമി എങ്ങനെയോ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ആ ആർമിനെ ചീത്ത പറഞ്ഞു, ഇങ്ങനെ കുടിക്കരുത്, ഇൻഫെക്ഷൻ വരും, കാരണം ഇത്രയും ബ്ലഡൊക്കെ കലർന്നു വരുന്ന വെള്ളമാണ്. പക്ഷെ ഞങ്ങൾക്ക് വേറെ രക്ഷയില്ല. ആ സമയത്ത് ആ അവസ്ഥ എങ്ങനെ ഇപ്പം സാഹചര്യം എന്താണ്? അതായത് അന്നത്തെ ഒരു ദുരന്ത ഓർമ്മ ഞങ്ങൾ പങ്കുവെച്ചു. ഇപ്പോഴത്തെ ഒരു അന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ പിന്നെ അന്ന് ഞങ്ങൾ എങ്ങനെ ഒരു ബനിയന്,
ഒരു ബർമൂഡ, വേറെ ഒന്നുമില്ലല്ലോ. എല്ലാം പോയി, മണ്ണൂരൂടെ പോയി. അവിടുന്ന് വന്ന് നേരെ ക്യാമ്പിലേക്ക് വന്നു. ക്യാമ്പിൽ വന്നപ്പോൾ പിന്നെ എനിക്കൊക്കെ പരിക്കണം. പക്ഷേ ആ സമയത്ത് അറിയില്ല, ഇപ്പോൾ ഇതൊക്കെ വെപ്പല്ല, അടിച്ച് എന്തോ അടിച്ചതാണ്, എനിക്കറിയില്ല എന്താ അടിച്ചെന്നറിയില്ല. അടിച്ചിട്ട് പല്ലെല്ലാം കംപ്ലൈൻ്റ് ആയിരുന്നു, കാലിന് പിന്നെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളതൊന്നും അറിഞ്ഞില്ല. ഒരു പ്രത്യേക മരവിപ്പായിരുന്നു. ക്യാമ്പിൽ വന്നിട്ട് നമ്മൾ എന്താ പറ്റിച്ച് ഒന്നും പറ്റിയില്ലായിരുന്നു. പക്ഷേ എന്നാലും ഡോക്ടർമാർ വന്നത്, അതാണ് നമ്മളെ ഗവൺമെൻറ് വന്ന ഓരോ ക്യാമ്പിലും വന്ന ഓരോ വ്യക്തിയും കൃത്യമായി പരിശോധിച്ച് നോക്കുമ്പോൾ ദന്ത ഡോക്ടർ പറഞ്ഞു പല്ലിന് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കാല് ക്ലീൻ ചെയ്തപ്പോൾ കാലിൻ്റെ പൊളിഞ്ഞതൊക്കെ കാണുന്നത്, മണ്ണ് കയറി പൊളിഞ്ഞു വന്ന്. പിന്നെ ഒരാഴ്ച 2 ആഴ്ചയോളം നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അപ്പം അവിടെ ക്യാമ്പിലേക്ക് വന്നത് മുതൽ പിന്നെ ഞങ്ങൾ ഈ 24 മണിക്കൂർ പട്ടിണി കിടന്നാലും പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് ഗവൺമെൻറ് എല്ലാ സഹായങ്ങളും, ഇപ്പോൾ മീന പറഞ്ഞ പോലെ 9,000, അതുപോലെ തന്നെ ക്യാമ്പിൽ നിൽക്കുന്ന 10,000 ട്രീറ്റ്മെൻറ്റ്, പിന്നെ മറ്റു സൗകര്യങ്ങൾ, പിന്നെ എന്തിന് പിന്നെ ഞാൻ വന്നത് ക്യാമ്പിൽ നിന്നാണ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലേക്കാണ് വരുന്നത്. ഞാനവിടെ നിൽക്കുമ്പം അവിടെ ഗ്യാസ് കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗ്യാസ് കണക്ഷൻ, കടക്കുള്ള കട്ടിൽ, ബെഡ്, മറ്റെല്ലാ സൗകര്യങ്ങളും, ഫർണിച്ചർ മാത്രമല്ല 7 മാസത്തേക്ക് പിന്നെ കറണ്ട് ബില്ല് ഫ്രീയാണ്. നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്ന ചെയ്യുമ്പോൾ അല്ല, ഞങ്ങൾക്ക് ഫ്രീയാണ്, 7 മാസത്തേക്ക് ഫ്രീയാണ്. റേഷൻ ഇപ്പോഴും ഫ്രീയാണ്. അതായത് ഒരു കുടുംബത്തിന് റേഷൻ ഫ്രീ ആണ്. അതിൻ്റെ പുറമെ 1000 രൂപയുടെ മറ്റു സാധനങ്ങൾക്ക് സപ്ലൈക്ക് ഒരു കിറ്റും ഫ്രീ ആണ്. പിന്നെ അതിൻ്റെ കിറ്റ് കിട്ടുന്നുണ്ട്. ഒരു മാസത്തേക്ക് കിറ്റല്ല, 6 രൂപയുടെ ഒരു കൂപ്പൺ തരും, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം, റേഷനും വാങ്ങാം. അത് മാത്രമല്ല 6,000 രൂപയും വാടക, മൊത്തം 25,000 രൂപ പൈസയായിട്ട് ഗവൺമെൻറ് കയ്യിൽ തരുന്നുണ്ട്. വാടക അടക്കം 25,000 രൂപ ഒരു മാസം ഗവൺമെൻറ് പൈസയായിട്ട് കയ്യിലേക്ക് തരുന്നുണ്ട്. അതിൻ്റെ പുറമെയാണ് റേഷനും ഒരു 1000 രൂപയുടെ കിറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. പിന്നെ ചികിത്സയ്ക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും, അത് മുണ്ടക്കൈ ഉണ്ടായിരുന്നല്ല, ദുരിതബാധിതരായിട്ടുള്ള എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പറയുമ്പോൾ പുറത്ത് അല്ലാത്ത രീതിയിലുള്ള വലിയ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റഷീദൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ആ ദുരന്ത സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അല്ലാത്ത പ്രചരണം നടക്കുന്നു, പക്ഷേ നിങ്ങൾ നേരിട്ട് അത് അനുഭവിച്ച ആളുകൾ, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു കരുതൽ കിട്ടുന്ന ആളുകൾ പറയുമ്പോൾ കേരളം കേൾക്കുകയാണ്. അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഒരു പിന്നെ ദുരിതബാധിത ഇപ്പം ജോലി പിന്നെ അതായത് 9,000 കിട്ടുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ 25,000 രൂപ കയ്യിൽ പൈസയായിട്ട് കിട്ടുന്നതിന് പുറമെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ചികിത്സയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാർഡ് ഇറക്കുന്നുണ്ട്. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിട്ടും ചികിത്സിക്കാം, ഏത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാം. അതിൻ്റെ പൈസ ഗവൺമെൻറ്റിലേക്ക് നിശ്ചിതമാകും. ഇതൊന്നും ആരും പറയുന്നില്ല, ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു കാർഡ് ഉണ്ട്. ഒരു കാർഡ് അത് ഇറങ്ങിയിട്ടില്ല. ഇപ്പം നാളെ അതിൻ്റെ ഉദ്ഘാടനം കഴിയും, ഇന്ന് ഉദ്ഘാടനം കഴിയും. കാർഡ് പിന്നെ 25 പേർക്ക് ആ കാർഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ 380ഓളം ആളുകൾക്ക് അതിൻ്റെ ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി അവർക്ക് കാർഡ് ഈ 30-ാം തീയതിക്കുള്ളിൽ കൊടുത്ത് തീർക്കുന്നു, 31-ാം തീയതിക്കുള്ളിൽ, അതായത് നാളെ തന്നെ കൊടുത്ത് തീർക്കുന്നതാണ് പറഞ്ഞത്. ആ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സിക്കാം, നമ്മൾ വയനാട് ജില്ലയിലെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാം. മറ്റ് ആനുകൂല്യങ്ങൾ ഞാൻ കാർഡ് മുഖാന്തരമാണ് വരിക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സംശയം ചോദിച്ചോട്ടെ, കാര്യമായിട്ടല്ല, റഷീദ് പല്ലടക്കം വെപ്പ് പല്ല് എന്ന് പറഞ്ഞു, അപ്പോൾ അതൊക്കെ ചികിത്സിച്ചത് സർക്കാർ തന്നെയാണ്? അതിൻ്റെ പിന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പിന്നെ അതിൻ്റെ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാനത് കൊടുത്തിട്ടുണ്ട്. അത് എന്നോട് കളക്ടർ ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കണ്ടേ നീ പറഞ്ഞിട്ട് കളക്ടർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ. ഞാൻ അനുഭവം പറയുന്നത് വെച്ചിട്ട് ഇനി വേറെ കാര്യമുണ്ട്, ഞാൻ കിഡ്നി സുഖമില്ലാതെ കിടക്കുന്നു. സംവിധാനങ്ങൾ അത്രയും സുതാര്യമായി കളക്ടർ നേരിട്ട് പറയാൻ കളക്ടർ നേരിട്ട് പറയില്ല. ഞാൻ ഇവിടെ പിന്നെ എൻ്റെ കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പിന്നെ ഓപ്പറേഷൻ, അത് കിഡ്നി കല്ലായിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ കിടക്കുമ്പോൾ ഒരു കളക്ടർ, ജില്ലാ ഭരണകൂടത്തിൻ്റെ ADM കളക്ടർക്ക് വന്ന് കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് നമ്മളെ സന്ദർശിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ട്? ഒരു സിസ്റ്റമാണ്, ഭരിക്കുന്ന ആളുകൾ നമ്മൾ വന്ന് കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഇതുണ്ടെന്ന് ആലോചിക്കുന്നത്. ഒരു ദുരന്തബാധിത എത്രത്തോളം കരുതലോടെ അവർ നോക്കുന്നുള്ള. റഷീദ്, ഈ സമാനതകളില്ലാത്തൊരു ദുരന്തം, വലിയ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു ദുരന്തം, ആ ദുരന്തം കിടന്ന് ഈ പുന്നപ്പുഴയിൽ നിന്ന് അങ്ങോട്ട് കടന്നതിന് ശേഷം സർക്കാർ ഓരോ ദുരന്തബാധിതനെയും കൈപിടിച്ചതാണ്. ആ കൈ ഇപ്പോഴും വിട്ടിട്ടില്ല, ചേർത്ത് പിടിക്കുകയാണ്. അതല്ലേ പറഞ്ഞു വരുന്നത്, ഇത്രയും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തുള്ള ചർച്ച വരുന്നതോ ഒന്നും കിട്ടുന്നില്ല. ദുരന്തബാധിത ആകെ 50,000-6,000 കിട്ടാൻ നട്ടം തിരിയാന്ന്. 1,123 പേർക്ക് 9,000 വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. 535 പേർക്ക് വാടക കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ, ഇപ്പം ഈ മൈക്രോ പ്ലാനിൽ ഉപയോഗിക്കുന്ന ഉപജീവന മാർഗത്തിലുള്ള ആൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എന്നെ ഇന്നലെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ ചെയ്തു. ഞാൻ റെപ്രസെൻറ്റേറ്റീവാണ്, ജോലി അത് പോയിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് ദിവസം പോകാതിരുന്നതുകൊണ്ട്, ഞാൻ പൊതുപ്രവർത്തനം പോകാതിരുന്നതുകൊണ്ട് ആ ജോലി പോയിട്ടുണ്ട് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം? അത് ഗവൺമെൻറ് നിങ്ങൾക്ക് അതിലേക്കുള്ള ഫണ്ട് തരും, അതായത് തിരിച്ചടവില്ലാത്ത ഫണ്ട്, മൈക്രോ പ്ലാൻ മുഖാന്തരം. പക്ഷെ അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഉപജീവനം പോയ ആൾക്ക് ജീവിത മാർഗം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. ബെയിലി ബാഗ് കുടയും, പിന്നെ
ഗവൺമെൻറ് പ്രോഡക്റ്റാണ്. പക്ഷേ അത് ജനങ്ങൾ പറയുന്നത് എന്താ, അത് ജില്ലാ ഭരണകൂടം. പക്ഷേ അതാണ് അവിടെ മിസ്റ്റേക്ക്. എന്തെങ്കിലും അനുകൂലമായി കിട്ടുന്നത് അത് ജില്ലാ ഭരണകൂടം, എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് തലയിൽ. ഈ ജില്ലാ ഭരണകൂടം സർക്കാരിന്റെ ഒരു സംവിധാനമാണ്. അത് അതാണ് പറഞ്ഞത്, ബെയിലി ഭാഗത്തിൻ്റെ പൂർണ്ണം കളക്ടർ അല്ല ഗവൺമെൻറ്റാണ്. പക്ഷെ അത് കളക്ടർ കൊടുത്താണ്. ആ രീതിയിലാണ് പ്രചരണം. ഈ കളക്ടർ ഏതിൻ്റെ ഭാഗമാണെന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. ഇനി എന്തെങ്കിലും നെഗറ്റീവ് ചെറുതായിട്ട് എന്തെങ്കിലും അവിടെ ഇവിടെ ന്യൂനതകൾ വരികയാണെങ്കിൽ അത് ഗവൺമെൻറ്റിനെ പറഞ്ഞ് അത് മൊത്തത്തിൽ പ്രചരണം നടത്തുകയാണ്. അതുപോലെ വേറൊരു ചോദ്യം, ഞാൻ പലപ്പോഴും 750 കോടി അനുഭവങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.